Okay, I got it. So, നമ്മുടെ ലെക്ചർ ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആദ്യത്തെ ലെക്ചർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബേസിക്കലി എന്താണ് ICT, എന്താണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, എന്തൊക്കെയാണ് കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക, ബേസിക് ലെവലിൽ വരുന്ന ടെർമിനോളജീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സ്ഥിരമായിട്ട് പെർവ്യൂ എന്ന് പറയുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുള്ളത് കമ്പ്യൂട്ടിംഗ് ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി ലെറ്റ്സ് സീ ദി സിലബസ് ഫസ്റ്റ്. നമ്മളുടെ സിലബസിൽ 4 ഏരിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതിൻ്റെ ജനറൽ അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജീസ് ലൈക്ക് USB full form. Okay, so like USB full form ആയിരിക്കാം. അതേപോലെ പല ഷോർട്ട് ടേംസ്, ഇപ്പോൾ എന്താണ് CRT, അതിൻ്റെ അബ്രിവേഷൻ എന്താണ്, അങ്ങനെയുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ഒരു ബേസിക് ലെവൽ നോളജ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ബേസിക് ലെവൽ നോളജുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് കാണാറുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഏരിയ ആയിട്ട് വരുന്നത് ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ് ഡിവൈസസ്. അതായത് ഇന്റർനെറ്റിന്റെ ബ്രീഫിംഗ്, ഇന്റർനെറ്റിന്റെ ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ലൈക്ക് യു മേ ബി ആസ്ക്ഡ് അബൌട്ട് സംതിങ് കോൾഡ് ഇമെയിൽ അയക്കുമ്പോൾ അതിനകത്ത് വരുന്ന CC എന്താണ്, BCC എന്താണ്, കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് അത് കാണുന്നുണ്ട്. അതേപോലെ ബേസിക് ലെവലിൽ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ടേംസ് എല്ലാം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ദെൻ പുതുതായിട്ട് വന്ന ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. 2019 ശേഷം ആഡ് ചെയ്ത ടോപ്പിക്കാണ്. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ദർ വിൽ ബി 1 to 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ഈ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ ICT ആൻഡ് ഗവേണൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രം ICT ആൻഡ് ഗവേണൻസിൽ നിന്നും വരാവുന്നത്. അത് നോർമലി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിലബസ്. സിലബസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ICTയുടെ ജനറൽ അബ്രിവേഷൻസിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ദെൻ ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ദെൻ ഇമെയിൽ പോലുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ഇൻട്രാനെറ്റിന്റെ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, പല അറേഞ്ച്മെന്റ്സ്, അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതേപോലെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ഫൈനലി ICT ആൻഡ് ഗവേണൻസ്. ഈ ഏരിയാസിൽ നിന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഓരോ ഏരിയയിൽ നിന്നുമുള്ള ജനറൽ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും 2-3 ലെക്ചറുകൾ വഴി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ബേസിക് ടേംസ് ലൈക്ക് കമ്പ്യൂട്ടിംഗ് ടെർമിനോളജിയിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണോ എന്ന് പറയാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ടേം വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ളതാണ് ടേം. സോ ഇൻഫർമേഷൻ പ്ലസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ഫസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻഫർമേഷൻ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും നമ്മൾ ഏറ്റവും ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ടേം ഇൻഫർമേഷൻ്റെ മീനിങ് എന്താണ്? ഇൻഫർമേഷൻ ഈസ് ഡേറ്റ പ്രോസസ്ഡ് ഫോർ സം പർപ്പസ്. ഒരു ബേസിക് പർപ്പസിന് വേണ്ടി നമ്മളായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് പല ലെവൽസ് ഉണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ലെവലാണ്. ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻഫർമേഷൻ ആവുന്നു. ഇൻഫർമേഷൻ ഒരു സ്റ്റുഡൻറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നോളജ് ആവുന്നു. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് യുവർ ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. ഡേറ്റ ഏറ്റവും ബേസിക് ലെവൽ, ഡേറ്റ ഇൻഫർമേഷൻ നോളജ് ടു ക്രിയേറ്റിവിറ്റി. ഇതാണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ്റെ ലെവൽ വരുന്നത്. എനിവേ ഇൻഫർമേഷൻ മീൻസ് ഡേറ്റ പ്രോസസ്ഡ് ഫോർ സം സ്പെഷ്യൽ പർപ്പസ്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പർപ്പസിന് വേണ്ടി പ്രോസസ്സ് ചെയ്ത ഡേറ്റയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, So information can only be considered to be real
if it meets certain criteria. There are some general criteria, general things to be followed. അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഒരു ഡേറ്റ ഇൻഫർമേഷൻ എന്ന് പറയണമെങ്കിൽ അതിൽ ഫോളോ ചെയ്തിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ്, ഇറ്റ് മസ്റ്റ് ബി ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫോം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മൂന്നാമതായിട്ട് സ്യൂട്ടബിൾ ഫോമിലായിരിക്കണം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ഫോമിലായിരിക്കണം ഇത് അവതരിപ്പിക്കേണ്ടത്. ആൻഡ് ഫൈനലി റെലവൻസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇൻഫർമേഷൻ എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ഡേറ്റയ്ക്ക് റെലവൻസ് ഉണ്ടായിരിക്കണം. സോ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, സ്യൂട്ടബിലിറ്റി ആൻഡ് റെലവൻസ്, ഇത് നാലും ചേർന്നതാണ് ഇൻഫർമേഷൻ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക, ഇൻഫർമേഷൻ ഈസ് എ പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഓക്കെ, പ്രോസസ്സ് ചെയ്ത ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫർമേഷൻ ഈസ് എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ നോളജ് ഫോർ ദി പേഴ്സൺ റിസീവിങ് ഇറ്റ്. ഏതൊരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ സാധിക്കൂ. ദെൻ ഇൻഫർമേഷൻ പ്ലസ് ടെക്നോളജി, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി. Information technology is the technology that uses computers to gather, process, store, protect and transfer information. അതായത് നമ്മൾ ഏറ്റവും ബേസിക് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഓക്കെ, ഡേറ്റ കളക്ഷനിൽ തുടങ്ങുന്നു, ഗ്യാദർ ചെയ്യുക. ആ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷനെ നീഡിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ സർവേ നടത്തുകയാണ്. പോപ്പുലേഷൻ്റെ സർവേ നടത്തുമ്പോൾ ജനങ്ങളുടെ പല ഫാക്ടേഴ്സും നമ്മൾ കളക്ട് ചെയ്യും. ലൈക്ക് അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, അല്ലെങ്കിൽ അവരുടെ നെയിം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡേറ്റയും നമ്മൾ കളക്ട് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഗ്യാദറിങ്. ഗ്യാദർ ചെയ്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഏരിയകൾ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. ദെൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. എക്സ്റ്റേണൽ വൈറസ് അറ്റാക്ക് പോലുള്ള എക്സ്റ്റേണൽ തിങ്സിൽ നിന്ന് നമ്മളുടെ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഫൈനലി ഈ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കണം. ഇതിന് കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്യാദറിങ് ഇൻഫർമേഷൻ, പ്രോസസ്സിങ് ഇൻഫർമേഷൻ, സ്റ്റോറിങ് ഇൻഫർമേഷൻ, പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ. ഇത്രയുമാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വിത്തൗട്ട് കണക്ടിവിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സിനാരിയോയിൽ ഈ ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വിത്തൗട്ട് കണക്ടിവിറ്റി ആലോചിക്കാൻ പറ്റുമോ? വിത്തൗട്ട് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാത്ത ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ ഒരു കാര്യം ഇന്ന് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ടേം എമർജ് ചെയ്തത്. സോ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. എല്ലാ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെയിൻ, അതിനെയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഇല്ലാതെ ഇന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഫാക്റ്റ് കൊണ്ടാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള പേരാക്കി നമ്മളുടെ പഴയ IT പേപ്പറിനെ തന്നെ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളുടെ സ്കോപ്പ് ആസ് എ UGC നെറ്റ് ആസ്പിരൻറ്റ് നമ്മൾ അറിയേണ്ടത് ഈ ബേസിക് ടേംസ് ആണ്. ആൻഡ് ബേസിക്സ്, ലൈക്ക് ഇവിടെ നമ്മൾ പറയുന്ന ബേസിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി, ദാറ്റ്സ് ഇനഫ് ഫോർ അസ്. അല്ലാതെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നറിയാം, എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ആൻഡ് ദർ വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ദി അബ്രിവേഷൻ ഓഫ് ICT. ഓക്കെ, സോ ഈ ഏരിയയിൽ നിന്ന് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ വരും. സോ
അബ്രിവേഷൻ ഓഫ് ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മളുടെ ബേസിക് ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളുടെ ലെക്ചേഴ്സ് കഴിയുമ്പോൾ ഈ ഇന്നത്തെ ലെക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും 5 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ബേസിക് ടേം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് മെഷീനാണ്. എന്താണ് ഈ ജനറൽ പർപ്പസ്? അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ ജനറൽ പർപ്പസ്? അതായത് നമ്മളിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എടുക്കുന്നു. വാഷിംഗ് മെഷീൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. കൃത്യമായിട്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഒരു DVD പ്ലെയർ എടുക്കുവാണ്, ഒരു സ്പെസിഫിക് പർപ്പസ് മാത്രമേ അതിനുള്ളൂ. അതേപോലെ ദർ മേ ബി മൾട്ടി പർപ്പസ് തിങ്സ്, ഈവൻ ദോ പർപ്പസ് എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. വേറെ ഏതൊരു ഐറ്റം ആയാലും ഫാൻ്റെ പർപ്പസ് എന്താ? തണുപ്പിക്കുക എന്നുള്ളതാണ്. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും. ഫാൻ, അതാണ് പർപ്പസ്. സോ ക്ലിയർ കട്ടായിട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സംതിങ് കോൾഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ആണ്. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾമോസ്റ്റ് എനി പർപ്പസ്. ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊരു പർപ്പസിന് വേണമെങ്കിലും കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ ഒരു ജനറൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ലൈക്ക് ടൈപ്പ് റൈറ്റർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വീഡിയോ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം, വീഡിയോ എഡിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അക്കൗണ്ടിങ് നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാനും അഡ്രസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, ദെൻ CD DVD പ്ലെയർ ആയിട്ടും, അങ്ങനെ ഒരുപാട് ഇന്ന് ഏതൊരു മേഖലയിലേക്ക് പോയാലും നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കും. ദാറ്റ്സ് വൈ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എ ജനറൽ പർപ്പസ് മെഷീൻ. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എന്നല്ല പറഞ്ഞത്, ഇതൊരു ജനറൽ പർപ്പസ് മെഷീനാണ്. ഇതിൻ്റെ ഉപയോഗം പല കാര്യങ്ങൾക്കായിട്ടാണ്, ഒരു കാര്യത്തിനെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ് commonly consists of digital circuitry that accepts inputs. ഒരു ഡിജിറ്റൽ സിസ്റ്റമാണ്. ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ സഹായത്തോടു കൂടി ഇൻപുട്സ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റോർ ചെയ്യുന്നു, ദെൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ജനറേറ്റ്സ് ഡേറ്റ. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ്. കീബോർഡ്, മൗസ്, അതേപോലുള്ള ഇൻപുട്ട് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡേറ്റ റൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഈ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടാം മെമ്മറിയിൽ. അതോടൊപ്പം തന്നെ CPU-ൻ്റെ സഹായത്തോടുകൂടി, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന ഡേറ്റയിൽ മാനിപ്പുലേഷൻസ് നടത്തുന്നു. മാനിപ്പുലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ആയിരിക്കാം, അതേപോലെ നമ്മളുടെ എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ, ആ പ്രോസസ്സിങ് നടത്തുന്നതാണ് CPU-യിൽ ഹാപ്പൻ ചെയ്യുന്നത്. CPU പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ ഇൻഫർമേഷനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. സോ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിനെ ബ്ലാക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയും. ബ്ലാക്ക് ബോക്സ് സിസ്റ്റം ലൈക്ക് ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു പ്രോസസ്സ് ഉണ്ടാവും, ദെൻ ദർ വിൽ ബി ഔട്ട്പുട്ട്. ഈ ഒരു മെത്തേഡിനെയാണ് ബ്ലാക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ അറിയേണ്ടത് ഇറ്റ്സ് എ ജനറൽ പർപ്പസ് മെഷീൻ. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്, അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടറി ഉണ്ടാവും, മീൻസ് ഒരു കളക്ഷൻ ഓഫ് സർക്യൂട്ട്സ്, IC ചിപ്പുകളുടെ പോലെ ഒരു കളക്ഷൻ, ഒരു ഡിജിറ്റൽ കണക്ഷനാണ്. ദെൻ ദാറ്റ് ആക്സെപ്റ്റ്സ് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോഴ്സ്, മാനിപ്പുലേറ്റ്സ് ആൻഡ് ജനറേറ്റ്സ് ഔട്ട്പുട്ട്. സോ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഡേറ്റ ആസ് നമ്പർ, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വോയിസ്, video files, generate electronic signals in accordance with the instruction called a program. What is this program? Program is also called a software. Okay, software means a set of programs. So നമ്മൾ അറിയേണ്ട ആദ്യത്തെ കാര്യം, സോഫ്റ്റ്വെയറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് വിച്ച് മേക്സ് ഓർ വിച്ച് കമ്പൽസ് ദി ഡേറ്റ ടു ബി കൺവെർട്ടഡ്. ഈ ഡേറ്റയെ കൺവെർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ആസ് വി സെഡ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് മീനിങ് മനസ്സിലാക്കുക. ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡിജിറ്റൽ സർക്യൂട്ടറിയാണ്, ഒരു ജനറൽ പർപ്പസ് മെഷീനാണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫൈനലി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ടറിയാണ് ആക്ച്വലി കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we said what is the meaning of general purpose. Then as we said, computers are programmable. എന്തുകൊണ്ടാണ് ഇതൊരു ജനറൽ പർപ്പസ് ആവുന്നത്? സ്പെസിഫിക് പർപ്പസ് അല്ല എന്ന് പറയാനുള്ള കാരണം നമ്മളുടെ നീഡിനനുസരിച്ച്, നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് പ്രോഗ്രാം ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടേഴ്സ്. സോ കമ്പ്യൂട്ടർ റെസ്പോണ്ട് ടു ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി ഫോം ഓഫ് പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ റെസ്പോണ്ട് ചെയ്യുന്നത്. പ്രോഗ്രാംസ് ആർ റിട്ടൺ ഇൻ ഓർഡർ ടു മേക്ക് കമ്പ്യൂട്ടർ ബിഹേവ് ഇൻ എ സ്പെസിഫിക് വേ. ദാറ്റ് ഈസ് എ വേർഡ് പ്രോസസ്സർ ആകാം, സിസ്റ്റം കൺട്രോൾ ആകാം. ഇതുപോലുള്ള പ്രോഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെ ഒരു സ്പെസിഫിക് വേയിൽ നമ്മൾ ആക്ട് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ദീസ് പ്രോഗ്രാംസ് ആർ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഓൾ ദീസ് തിങ്സ് ആർ നോൺ ടു യു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം. സോ പ്രോഗ്രാം ചെയ്യാവുന്നത് കൊണ്ടും നമ്മളുടെ നീഡിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നത് കൊണ്ടുമാണ് നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടേഴ്സ് ഈസ് എ ജനറൽ പർപ്പസ് മെഷീൻ. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത്? വി ഓൾറെഡി സെഡ് ദാറ്റ് ഈവൻ ദോ കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ മീൻ അവർ കമ്പ്യൂട്ടറിൻ്റെ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സെപ്റ്റിംഗ് ഇൻപുട്സ് ആണ്. ഡേറ്റ കളക്ട് ചെയ്യുന്നതോടുകൂടി പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ദിസ് ഇൻപുട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ബൈനറി നമ്പേഴ്സ്. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്സിനെ പോലെ ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോസസ്സിനെയും ആദ്യം ബൈനറി നമ്പറാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ബൈനറി നമ്പേഴ്സിനെ പ്രോസസ് ചെയ്തിട്ടാണ് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത്. സോ ഓർക്കുക, ബൈനറി ഫോംസിലേക്ക്, ബൈനറി ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 0 and 1. ഓക്കെ, സോ 0, 1 എന്നുള്ള സിസ്റ്റം ഉപയോഗിക്കുന്നതിനെയാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ബൈനറി നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന 1 to 10 എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. 1 മുതൽ 10 വരെയുള്ള നമ്പറിന് പകരം 1, 2, ഐ മീൻ 0, 1, 0, 1, 0, 1 എന്നുള്ള കോഡ്സ് ആക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള കോഡിങ്ങിനെയാണ് നമ്മൾ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ബൈനറി നമ്പേഴ്സ് ആക്കി മാറ്റുന്നു. ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റയെ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ദി പ്രോസസ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്സ്. ആ പറഞ്ഞ ബൈനറി നമ്പേഴ്സിനെ പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ദിസ് സീക്വൻസ് ക്യാൻ റിപ്പീറ്റഡ് എൻലെസ്ലി. ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻപുട്ട്സ്. സോ ഇതൊരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. ആദ്യം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആദ്യം കമ്പ്യൂട്ടർ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. പ്രോസസ്സിംഗ് വഴി ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദിസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പുതിയൊരു പ്രോസസ്സിൻ്റെ ഇൻപുട്ടാണ്. സോ ദാറ്റ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. as I said, this is called black box model. Okay, then something about the basics. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ നോളജ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് തിങ് യു നീഡ് ടു നോ ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. ആൻഡ് ഹു ഈസ് ദി ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ദാറ്റ് ഈസ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. സോ മേ ബി നോട്ട് ടു യു. ദെൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ഡേറ്റ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് തിങ്, ബേസിക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെ ഈ ബേസിക് ആർക്കിടെക്ചർ ലൈക്ക് ഒരു കൺട്രോൾ യൂണിറ്റ്, ഒരു ALU, അതിൻ്റെ ആ ഡിസൈൻ, ഇന്ന് കാണുന്ന അതേ രീതിയിലുള്ള ഡിസൈൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തത്, ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 1947-49 ടൈമിലാണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, ദി ബേസിക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്, അത് ക്രിയേറ്റ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ ആണ്. ദെൻ ദി ഫസ്റ്റ് പ്രോഗ്രാമർ, ദാറ്റ് മീൻസ് ഫസ്റ്റ് പേഴ്സൺ ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വ്യക്തി ലേഡി അഡ ലവ്ലേ. Okay, Lady Ada Lovelace. Then the first electronic computer was ENIAC. Okay,
These are the basic things നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആയിരുന്നു, that was in 1946. Then finally first computer for home use. ഹോം യൂസിന് വേണ്ടി ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്പ്യൂട്ടർ IBMന്റെ കമ്പ്യൂട്ടർ ആയിരുന്നു, that was in 1981. ഓക്കെ, ദീസ് ആർ ദി ജനറൽ തിങ്സ്. മുമ്പ്, അതായത് ഒരു 4 വർഷം മുമ്പ് UGC സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നതാണ്. ദെൻ റീസെൻ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഓക്കെ, 4 വർഷം മുമ്പ് വരെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനായിരുന്നു കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തിരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും എഡ്യൂക്കേഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ICT ചോദിക്കുന്നത്. ഈവൻ ദോ മേ ബി റിപ്പീറ്റേഷൻ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്തത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാൾസ് ബാബേജിനെ ഓർക്കുക, അലൻ ട്യൂറിങ്ങിനെ ഓർക്കുക. ദെൻ നമ്മൾ പറഞ്ഞത് ബേസിക് ആർക്കിടെക്ചർ, ഇന്നത്തെ സിസ്റ്റം, ആ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ ആണ് ആദ്യമായിട്ട്. അതിനുശേഷം ലേഡി അഡാ ലോലെയാണ് ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ പോലെ ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് കമ്പ്യൂട്ടർ വാസ് ENIAC. Then let's see the components of computer system. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് നോക്കുകയാണെങ്കിൽ, എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും സ്പീഡ് കുറയ്ക്കാമോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിവേ ഇതിന് ശേഷം ഞാൻ ഈ പറയുന്ന PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ that will be beneficial for you. എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ചെയ്യാം. ഓക്കെ, സോ കമ്പ്യൂട്ടർ പാർട്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഈവൻ ദോ കോമ്പോണൻസ് പറയുമ്പോൾ ബേസിക് തിങ് ആണ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, സോ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, സോ ഹാർഡ്വെയർ മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. നമുക്ക് തൊടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഐറ്റം, അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ദെൻ അതിന് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ കോമ്പോണൻസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഏതൊരു പ്രോഗ്രാമിനെ, അല്ലെങ്കിൽ എല്ലാ സെറ്റ് ഓഫ് ഇൻഫർമേഷനെയും, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയുമാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പാർട്ടാണ്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. സോ രണ്ട് കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാർഡ്വെയർ ഫിസിക്കൽ, സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ പ്രോഗ്രാം ദാറ്റ് കൺട്രോൾസ് ദി ഹാർഡ്വെയർ. ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാത്രം എടുക്കുകയാണെങ്കിൽ, ഹാർഡ്വെയറിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. അതിൽ വരുന്നത് ഒരു സിസ്റ്റം യൂണിറ്റ്, ദാറ്റ് മീൻസ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനുശേഷം നമ്മൾ കാണുന്ന കീബോർഡ്, ഇതൊരു ഹാർഡ്വെയർ ആണ്. അതേപോലെ മോണിറ്റർ, വീഡിയോ എന്ന് പറയും. ദെൻ മൗസ്, പ്രിൻ്റർ, മോഡം or any other inference, any other thing that is acting as a part of computing software, അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന തിങ്ങിൻ്റെ പാർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഏതൊരു ഐറ്റവും നമുക്ക് ടച്ച് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ കോമ്പോണൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഹാർഡ്വെയർ എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഹാർഡ്വെയറിൻ്റെ മീനിങ് ഞാൻ ഒന്നും കൂടി ബ്രീഫ് ചെയ്യുന്നു. ഹാർഡ്വെയർ ഈസ് ദി ടേം റെഫറിങ് ടു ഓൾ ഫിസിക്കൽ പാർട്സ് in a computer system. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എല്ലാ ഫിസിക്കൽ പാർട്ടും, which includes, as I said, മോണിറ്റർ വരാം, കീബോർഡ് വരാം, മൗസ് വരാം, ദെൻ സ്റ്റോറേജ് യൂണിറ്റ്സ് ആയിട്ടുള്ള റാം, ദെൻ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ദെൻ മദർ ബോർഡ്. ഇതുപോലുള്ള ഏതെങ്കിലും എല്ലാ കോമ്പോണൻറ്റിനെ നമുക്ക് കാണാം, നമുക്ക് തൊടാമെങ്കിൽ അതെല്ലാം ഹാർഡ്വെയർ ആണ്. ദെൻ ഹാർഡ്വെയറിൻ്റെ സിസ്റ്റം യൂണിറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ കോമ്പോണൻ്റ് ആണ്. CPU എന്ന് പറയും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം യൂണിറ്റിൽ വരുന്ന ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രോസസ്സർ ഉണ്ടാവും. പ്രോസസ്സർ ഈസ് CPU എന്ന് പറയുന്ന ഐറ്റം തന്നെയാണ്, ബേസിക് പ്രോസസ്സർ. ദെൻ അതിനുശേഷം ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ട്, റാം ആൻഡ് റോം.
റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. Then ROM, read only memory. Random access memory, read only memory. Then there will be a storage unit. Storage unit എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക് ആകാം, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പെൻ ഡ്രൈവോ അതേപോലുള്ള എന്ത് സ്റ്റോറേജ് ഫെസിലിറ്റിയും സ്റ്റോറേജിൻ്റെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഹാർഡ്വെയർ സിസ്റ്റം യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെടുത്താവുന്ന അതിൽ വരാവുന്ന ഐറ്റംസ് നമ്മൾ പറഞ്ഞു. പ്രോസസ്സർ ഉണ്ട്, മെമ്മറി ഉണ്ട്, then there will be a storage device. Then about the processor-നെയാണ് നമ്മൾ CPU എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഡയറക്ട്ലി ഡിനോട്ട് ചെയ്യുന്നത്. സോ പ്രോസസ്സർ വിച്ച് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സർ. റൈറ്റ് നൗ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഒരുപാട് പ്രോസസ്സേഴ്സ് കാണാൻ പറ്റും. ലൈക്ക് ഇന്റൽ പെന്റിയത്തിൻ്റെ പ്രോസസ്സേഴ്സ് ഉണ്ട്, ലൈക്ക് ഇന്റലിൻ്റെ ഡയറക്റ്റ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ദെൻ AMDയുടെ പ്രോസസ്സേഴ്സ് കാണാൻ പറ്റും. AMDയുടെ പ്രോസസ്സർ റൈസൺ അത്ലോൺ പോലുള്ള AMD പ്രോസസ്സേഴ്സ് ഒക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, കമ്പ്യൂട്ടറിന് പവർ കൊടുക്കുന്ന, ബേസിക്കലി പവർ കൊടുക്കുന്ന ഐറ്റത്തിനെയാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ചിപ്പ് അറ്റ് ദി ഹാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. സോ ബേസിക്കലി ഈ ചിപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാ കമ്പ്യൂട്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. അതിൽ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡാണ്. ഓക്കെ, ഹാങ് ഒന്നും ആകാതെ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ബേസിക് ഫാക്ടറാണ് ആക്ച്വലി പ്രോസസ്സർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ബേസിക് എലമെൻറ്റ്. സോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ മെഗാഹെഡ്സ് ആൻഡ് ജിഗാഹെഡ്സ്. ഓക്കെ, ദീസ് ആർ ദി ബേസിക് തിങ്സ് യു നീഡ് ടു നോ അബൌട്ട് ഇറ്റ്. മെഗാഹെഡ്സും ജിഗാഹെഡ്സുമാണ് ആക്ച്വലി സ്പീഡ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. അത്രയുമെങ്കിലും വേണം, മീൻസ് മിനിമം ഹെഡ്സ് ഉണ്ടാവും. ആ സ്പീഡിലെങ്കിലും ആ സ്പീഡ് അനുസരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐറ്റം ഇസ് മെമ്മറി. എ കമ്പ്യൂട്ടർ മസ്റ്റ് ബി ഏബിൾ ടു സ്റ്റോർ ഇറ്റ്സ് കാൽക്കുലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. സോ കമ്പ്യൂട്ടറിൻ്റെ കാൽക്കുലേഷൻസും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടാണ് മെമ്മറി. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മെമ്മറി പോലെ കമ്പ്യൂട്ടറിന് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ഒന്നാമത്തത് വോളറ്റൈൽ മെമ്മറി, രണ്ടാമത്തത് പെർമനന്റ് മെമ്മറി. വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം 2 years ബിഫോർ ചോദിച്ചിരുന്നു. ഓക്കെ, വോളറ്റൈൽ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമനന്റ് അല്ല, താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടാണ് വോളറ്റൈൽ മെമ്മറി. ലൈക്ക് അതിന് എക്സാമ്പിൾ ആണ് റാൻഡം ആക്സസ് മെമ്മറി. വോളറ്റൈൽ മെമ്മറിയാണ്, പെർമനന്റ് മെമ്മറി അല്ല. വെറസ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് പെർമനന്റ് മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറി അല്ല. ലെറ്റ് മീ റിപ്പീറ്റ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ, നമ്മളിപ്പോൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റൺ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിയാണ്. ആ പ്രോഗ്രാം റൺ ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ മെമ്മറിയിലുള്ള കാര്യങ്ങളെല്ലാം ഇറേസ്ഡ് ആവും. ഓക്കെ, വെറസ് റോം ആണെങ്കിൽ, റീഡ് ഓൺലി മെമ്മറി ആണെങ്കിൽ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുകയാണ്, സോ സേവ് ചെയ്യുകയാണ്, നഷ്ടപ്പെടില്ല. റാമിനകത്താണെങ്കിൽ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറേസ്ഡ് ആയി പോകും. അതിനെയാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. വെറസ് പെർമനന്റ് മെമ്മറിയാണ് റോം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ബൈറ്റ്സ്. ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 1 byte എന്ന് പറയുന്നത് 8 bits ആണ്. 1 byte is equal to 8 bits. ബൈറ്റ്സിൻ്റെ ബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ബൈറ്റ്, ദെൻ കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, അങ്ങനെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു ക്രോണോളജി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ ആ ക്രോണോളജി ഒന്ന് പഠിക്കണം. ഐ ഷെയർ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം സെപ്പറേറ്റ്. ദെൻ റാൻഡം ആക്സസ് മെമ്മറി, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വർക്കിംഗ് ഏരിയ ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്ഥിരമായിട്ട് കയ്യിൽ വയ്ക്കുന്ന മെമ്മറി അല്ല, ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി, താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ്. സോ ഹോൾഡ്സ് ദി വർക്കിംഗ് പ്രോഗ്രാം, ദി ഡേറ്റ ബീയിങ് പ്രോസസ്ഡ് ആൻഡ് എൻറ്ററിങ് റിസൾട്ട്സ്. നമ്മളുടെ ആ ഒരു വർക്കിങ്ങുമായി ബന്ധപ്പെട്ട്, കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഡേറ്റ താൽക്കാലികമായിട്ട് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളിപ്പോൾ പവർ പോയിന്റ് വർക്ക് ചെയ്യുകയാണ്. ഈ പവർ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത്, കമ്പ്യൂട്ടറിനകത്ത് താൽക്കാലികമായിട്ട് അവർ സേവ് ചെയ്യും. ദെൻ ഞാനിത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ
ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ആ റാൻഡം ആക്സസിൽ നിന്നും ആ ഒരു ഏരിയ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയിട്ടുണ്ടാവും. സോ ഇത്തരത്തിലുള്ള മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു പവർ കട്ട് വഴി തന്നെ, സ്ഥിരമായ മെമ്മറി എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നില്ല. പവർ കട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക, ആ ഒരു ടൈമിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടും ഇറേസ്ഡ് ആവും. ഓക്കെ, ദെൻ it can be accessed randomly, can get any piece of data directly. So actually നമ്മുടെ വർക്കിങ്ങിന് വേണ്ടി ഒരു റാൻഡം നേച്ചർ ഇമ്മീഡിയറ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മെമ്മറി യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റർ ദാൻ പെർമനന്റ് സ്റ്റോറേജ്. ആക്ച്വലി സ്പീഡാണ് റാൻഡം ആക്സസ് മെമ്മറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞു മെഗാഹെർട്സിലോ ജിഗാഹെർട്സിലോ ഒക്കെ ആയിരിക്കണം, അത്രയും സ്പീഡ് ഉണ്ടായിരിക്കണം. അത്രയും സ്പീഡ് വെച്ചിട്ടാണ് ഈ മെമ്മറി പ്രോസസ്സ് ചെയ്യുന്നത്. സോ റോം ആണെങ്കിൽ സ്പീഡല്ല, സ്റ്റോറേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. റാം ആണെങ്കിൽ സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റോറേജിന് റെലവൻസ് ഉണ്ട്, ഇവൻ ദോ സ്റ്റോറേജിനേക്കാൾ കൂടുതൽ റെലവൻസ് ഉള്ളത് സ്പീഡിനാണ്. ദെൻ നോട്ട് ടു ബി കൺഫ്യൂസ്ഡ് വിത്ത് റോം. റോം എന്താണെന്ന് ഞാൻ പറഞ്ഞു, റീഡ് ഓൺലി മെമ്മറിയാണ്, ഇതൊരു പെർമനന്റ് മെമ്മറിയാണ്. വെറസ് റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്, ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. സോ എനി ഡൗട്ട്സ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ റെലവൻസ് കൊടുക്കേണ്ടത് റാൻഡം ആക്സസ് മെമ്മറി, ദെൻ ദി കൺസെപ്റ്റ് ഓഫ് വോളറ്റൈൽ മെമ്മറി, പെർമനന്റ് മെമ്മറി എന്നുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ റെലവൻസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് സ്റ്റോറേജിനുമായി ബന്ധപ്പെട്ട് പിന്നീട് ഓർക്കേണ്ടത് ദർ ആർ two types of storage. As I said, permanent memory ഉണ്ട്, അതേപോലെ വോളറ്റൈൽ മെമ്മറി ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് സ്റ്റോറേജ് മെമ്മറി എന്ന് പറയുന്നത് പെർമനന്റ് മെമ്മറിയാണ്, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ആൻഡ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിയാണ് ആക്ച്വലി വോളറ്റൈൽ മെമ്മറി. വെറസ് ആ പ്രോഗ്രാമിനെ കണ്ടിന്യൂസ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കാനുള്ള മെമ്മറിയാണ് പെർമനന്റ് മെമ്മറി. സോ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മെമ്മറിയാണ്. ഇറ്റ് റെക്കോർഡ്സ്, സ്റ്റോഴ്സ് ഓൾ ദി പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ മാഗ്നറ്റിക്കലി. സോ ഹാർഡ് ഡിസ്ക് കണ്ടിട്ടില്ലേ, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഒരിടത്ത് എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കിൻ്റെ പ്രധാന പർപ്പസ്. സോ നോർമലി ഇറ്റ് വിൽ ബി റേഞ്ചിങ് ഫ്രം നൗ കമ്പ്യൂട്ടേഴ്സ്, ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇത് 120 GB അല്ല, ഇറ്റ് വിൽ ബി അറൗണ്ട് 360 GB. ആ ഒരു റേഞ്ചിൽ 500 എബോവ് വരുന്നുണ്ട്. സോ അത്രയും സൈസ് ഈ പറയുന്ന ഹാർഡ് ഡിസ്കിന് ഇന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഹാർഡ് ഡിസ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഹാർഡ് ഡിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നമ്മളോട് ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജ് ആണ്, നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാം. വോളറ്റൈൽ മെമ്മറി ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ദെൻ ഇതിൻ്റെ പ്രോസസ്സിംഗ് നോർമലി സ്ലോവർ ആയിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഇത് നമുക്ക് സേവ് ചെയ്യണം, ദെൻ രണ്ടാമത് അതിനകത്തൊന്ന് എടുത്ത് ഉപയോഗിക്കണം. സോ ദാറ്റ് ആ ഒരു ടൈം ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ് വരുന്നത് കൊണ്ട് റാൻഡം ആക്സസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ അതേപോലുള്ള പെർമനന്റ് സ്റ്റോറേജ് ഏത് തന്നെയായാലും അതിൻ്റെ വർക്കിംഗ് സ്ലോവർ ആയിരിക്കും. ഓക്കെ, ദെൻ അബൌട്ട് സോഫ്റ്റ്വെയർ it is a term which refers to the instructions needed to make a computer work. As we said, ഇതൊരു പ്രോഗ്രാം ആണ്, റൈറ്റ്? ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസിനെയാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ റൺ ചെയ്യുന്നത്. ഇപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ വിൻഡോസിൻ്റെ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ also it is a set of computer files which are used to perform various actions on the computer. You can have a program for word processing. The software can be transferred to
compact disk, floppy disk, but usually sit on the computer hardware waiting to be run. Actually നമ്മൾക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ പെർമനന്റ് സ്റ്റോറേജിലേക്ക് വേണമെങ്കിൽ മാറ്റാം, നോ ഇഷ്യൂസ്. അതായത് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോകാം. ഈവൻ ദോ ഈ പ്രോഗ്രാമിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഹാർഡ്വെയർസിനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹാർഡ്വെയർസിനെ റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക് പർപ്പസ്. നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ ഇതിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഈവൻ ദോ റാൻഡം ആക്സസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രധാനമായിട്ടും സോഫ്റ്റ്വെയറിന്റെ പർപ്പസ്. ദെൻ സോഫ്റ്റ്വെയർ ഈസ് ദി ജനറിക് നെയിം ഫോർ ഓൾ പ്രോഗ്രാംസ്. നമ്മൾ നോർമലി പറയുന്നത് ഏതൊരു പ്രോഗ്രാം എടുത്താലും ആ പ്രോഗ്രാമിന്റെ ബേസിക് ടേം ആണ് സോഫ്റ്റ്വെയർ, അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ MS ഓഫീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇസ് ദി ജനറിക് നെയിം. നോർമലി ഉള്ള എല്ലാ പ്രോഗ്രാമുകളെയും നമ്മൾ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് പോലെ, അതേപോലെ പ്രോഗ്രാംസിനെ എല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ദെൻ മെയ്ഡ് അപ്പ് ഓഫ് കോഡ്സ് ഇന്റർപ്രറ്റഡ് ബൈ ഹാർഡ്വെയറിന്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യിപ്പിക്കാൻ, ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ്സ് ആണ് ആക്ച്വലി സോഫ്റ്റ്വെയർ. ദെൻ റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോഫ്റ്റ്വെയർ എഴുതാൻ വേണ്ടി പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. സോ ജാവ, C++, പേൾ, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ്. ദെൻ ദർ ആർ 2 kinds ഓഫ് പ്രോഗ്രാം. 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ടാമത്തെ ടൈപ്പാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് കൺസേൺഡ് വിത്ത് ദി കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ, ആ മെഷീൻ്റെ റണ്ണിങ്, ബേസിക് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ലൈക്ക് ഡിവൈസസ്, ഫയൽസ് ആൻഡ് സ്റ്റോറേജ് മാനേജ്മെന്റ്, എറർ കറക്ഷൻ, നമ്മളുടെ കീപാഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കീബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള ബേസിക് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ യൂസേജ്. ദെൻ ദി മെയിൻ പീസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് മേ ബി നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് 10 ആകാം, അല്ലെങ്കിൽ വിൻഡോസ് XP പോലുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, ബേസിക്കലി ആ ഒരു ഓപ്പറേഷൻ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐറ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബേസിക് തിങ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദെൻ operating system, the driving programs of the computer. So operating system means the driving program. അതൊന്ന് ഓർത്തേക്കുക. നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ ഓൾ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ. നമ്മളുടെ കമ്പ്യൂട്ടറിലെ എല്ലാ പ്രോഗ്രാംസിനെയും ഹാർഡ്വെയർസിനെയും കമ്പൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യൂട്ടിലിറ്റി. സോ operating system കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം. ഓക്കെ, it is intended to create a platform for user friendly interface. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Then it manages controls timing and sequence of events, manage data to ensure security and integrity. നമ്മുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർസ് എല്ലാം ഒരേ രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം, മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസിന്റെ XP, അത് കഴിഞ്ഞിട്ടുള്ള 2010 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ള ഒരുപാട് OSകളുണ്ട്. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. വിൻഡോസ് ഹോം, വിൻഡോസ് ഓഫീസ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ദെൻ മാക്കിന്റെ OS ഉണ്ട്, ദെൻ യുനിക്സ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ, which of the following is an example for operating system? That's all. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ഇതാണ് ചോദിക്കാറ്. ഓക്കെ, നോർമലി കാണാറുള്ളത് ലിനക്സ് ആണ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി ചോദിക്കാറുണ്ട്. സോ ലിനക്സ് ഇസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കും, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരുന്നു, രണ്ടാമത്തെ കാറ്റഗറിയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ.
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വേഡ്, എക്സൽ, പവർ പോയിന്റ് അല്ലെങ്കിൽ അതേപോലുള്ള ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും നമ്മുടെ സിസ്റ്റത്തിന്റെ ജനറൽ റണ്ണിങ്ങുമായിട്ടല്ല അഡീഷണൽ പർപ്പസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഔട്ട്സൈഡ് യൂസേജ്, കമ്പ്യൂട്ടറിന്റെ റണ്ണിങ്ങിന് പുറത്തുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ആക്ച്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ദി വേൾഡ് ഔട്ട്സൈഡ് ദി കമ്പ്യൂട്ടർ, gives the computer its general purpose nature, used for things you want to do in the computer, like നമ്മൾ വേഡ് പ്രോസസ്സിങ് ചെയ്യുന്നു, എക്സൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസ് ചെയ്യുന്നു, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ കൊണ്ടല്ല. ഇറ്റ് വിൽ ബി ലൈക്ക് ആൻ ഔട്ട്സൈഡർ. സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അഡീഷണൽ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആക്ച്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Then next term is the graphical user interface. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മുമ്പ് graphical user interface, GUI യുടെ full form. It is graphical user interface. It represents all the program or computer resources as icons. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണോ അതാണ് ആക്ച്വലി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ തിങ്സും ലൈക്ക് ഐക്കൺസ് ആയിരിക്കാം, ആ ഐക്കൺസിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ വർക്ക് സ്പേസ് represented graphically. ദാറ്റ് മീൻസ് ഒരു വിർച്വൽ ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് വിർച്വൽ ഡോക്യുമെന്റ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് സ്പേസ് ആണ് യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന വർക്ക് സ്പേസ്. അതിനെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ലെഡ് ടു വൈഡർ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഇത്തരത്തിലുള്ള നല്ലൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ളപ്പോഴാണ് നമുക്ക് ബെറ്റർ യൂസേജ് കിട്ടുന്നത്. ആഡ്സ് ടു യൂണിക് നേച്ചർ ഓഫ് കമ്പ്യൂട്ടർ ആസ് ബോത്ത് എ ടൂൾ ആൻഡ് എ മീഡിയം. സോ നമുക്ക് ഇത് വഴി ഐക്കൺസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വഴി നമ്മളും യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ ഒരു കണക്ടിവിറ്റി എഷ്യൂർ ചെയ്യാൻ സാധിക്കും. ഈ കണക്ടിവിറ്റിയാണ് ആക്ച്വലി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വരുന്നതോടുകൂടി നമ്മളെ സഹായിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ പറഞ്ഞ ഡിവൈസസ് എല്ലാം ക്ലിയർ ആണോ? സ്റ്റോറേജ്, ഹാർഡ് ഡിസ്കുകളെ പറ്റി പറഞ്ഞു. ദെൻ സോഫ്റ്റ്വെയർ, അതിനുശേഷം ടൈപ്പ് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ദെൻ അതിനുശേഷം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇൻപുട്ട് ഡിവൈസസ്. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ട്, ദെൻ ദർ വിൽ ബി പ്രോസസ്സിംഗ് ആൻഡ് ലാസ്റ്റ് ദർ വിൽ ബി ഔട്ട്പുട്ട്. ഈ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മീഡിയാസ് ഉണ്ട്, ഡിഫറെൻറ്റ് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസസ് ഇൻ കമ്പ്യൂട്ടിംഗ്. ആൻ ഇൻപുട്ട് ഡിവൈസ് ഇസ് എ പെരിഫറൽ, a piece of computer hardware equipment used to provide data and control signals to an information processing system such as computer or information appliances. അതായത് നമ്മളുടെ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ആവശ്യമുള്ളത് നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് അല്ലെങ്കിൽ ഒരു പെരിഫറൽ ആണ് ഇൻപുട്ട് ഡിവൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് കീബോർഡ് ആകാം, മൗസ് ആകാം, അല്ലെങ്കിൽ സ്കാനർ ആകാം, ഡിജിറ്റൽ പെൻ ആകാം, ദെൻ ഡിജിറ്റൽ ക്യാമറ. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഹാർഡ്വെയർ കോമ്പോണൻസ് ആണ് ആക്ച്വലി ഇൻപുട്ട് ഡിവൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് മേ ബി കീബോർഡ് ആകാം, മൗസ് ആകാം, ദെൻ മേ ബി ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ടോർച്ച് സ്ക്രീൻ, ടാബ്ലറ്റ് പോലുള്ള ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ചില ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ബിക്കോസ് ഓൾ ദീസ് ആർ ഐ ബിലീവ് സിമ്പിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആദ്യം കീബോർഡ്, ഏറ്റവും ഫണ്ടമെൻ്റൽ തിങ് നമ്മളുടെ കയ്യിലുള്ള കീസിൻ്റെ കോമ്പിനേഷൻ. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസിക് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. രണ്ടാമതായിട്ട് മൗസ്.
മൗസിൻ്റെ 2 ബട്ടൺസും പർപ്പസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണെങ്കിൽ എൻ്റർ ബട്ടൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് ആണെങ്കിൽ എൻ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, റൈറ്റ് ആണെങ്കിൽ മെനു പോപ്പപ്പ് മെനു ആണ്, മെനു ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ഒരു സ്ക്രോളർ പണ്ടത്തെ മൗസുകളിൽ ഉണ്ടായിരുന്നു, ഇന്നത്തെ ഒരു സ്വിച്ച് കീ ഉണ്ട്, അതും സ്ക്രോളർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സ്ക്രോളർ കൊണ്ട് നമുക്കത് മൂവ് ചെയ്യാം. സോ ദീസ് ആർ ദി ബേസിക് തിങ്സ് നമ്മൾ അറിയേണ്ടത്. എനിവേ ലെഫ്റ്റ് മൗസ് ബട്ടണും റൈറ്റ് മൗസ് ബട്ടൻ്റെയും നീഡ് അറിഞ്ഞേക്കുക. ദെൻ വാട്ട് ഈസ് ദിസ്? ഇതറിയാമോ എന്താണെന്ന്? ഇറ്റ്സ് കോൾഡ് ട്രാക്ക് ബോൾ. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഈസിയർ ആക്കാൻ വേണ്ടി മൗസിൻ്റെ പർപ്പസ് ആയിരിക്കും ട്രാക്ക് ബോൾ സാധാരണഗതിയിൽ ചെയ്യുക. അതായത് ഇവിടെ നോക്കിയാൽ ഒരു സ്ക്രോളർ ടൈപ്പ് ഒരു ബോൾ കാണാൻ പറ്റും, ദിസ് വൺ. ഓക്കെ, ഈ ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് സൂം ചെയ്ത് കയറാം, അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആസ്പെക്റ്റ് വരെ ഒറ്റ വിരലിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് തിങ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, വികലാംഗരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണിത്. അതേപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്നവർക്ക്, അതായത് മൗസ് എന്ന് പറയുന്നത് മൗസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത്തരത്തിലുള്ളൊരു ഡിവൈസ് കൊണ്ട്, ട്രാക്ക് ബോൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ബോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു എൻ്റർ മോഷൻ ഡേറ്റ into computers or other electronic devices. It serves the same purpose of a mouse. മൗസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുറച്ചും കൂടി ആക്യുറസിയോടുകൂടി, കുറച്ചും കൂടി പ്രിസിഷനോടുകൂടി ചെയ്യാൻ വേണ്ടിയാണ് ട്രാക്ക് ബോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് മൗസ് ആണെങ്കിൽ നമുക്ക് 2 വിരലിൻ്റെ ആവശ്യമുണ്ട്, ട്രാക്ക് ബോളിൽ അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് ദി ബേസിക് അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ഈസ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ അറിയാലോ, പോയിന്റ് ഓഫ് സെയിലിൽ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദർ വിൽ ബി എ ബാർകോഡ്, ഓരോ പ്രോഡക്റ്റിലും ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡിനെ വായിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആക്ച്വലി ബാർകോഡ് റീഡർ. സോ ബാർകോഡ് റീഡർ ഈസ് ഓൾസോ കോൾഡ് എ പ്രൈസ് സ്കാനർ. പ്രൈസ് സ്കാനർ എന്നും വിളിക്കും, ബിക്കോസ് ബേസിക് പർപ്പസ് പ്രൈസ് എന്താണെന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്, അതുകൊണ്ടാണ്. ദെൻ ഓർ പോയിന്റ് ഓഫ് സെയിൽ, പ്രൈസ് സ്കാനർ എന്ന് വിളിക്കും, അതേപോലെ പോയിന്റ് ഓഫ് സെയിൽ എന്ന് വിളിക്കും. പോയിന്റ് ഓഫ് സെയിൽ സ്കാനർ, സെയിൽ നടക്കുന്നിടത്തെ സ്കാനർ. ദെൻ ഇൻ എ ഹാൻഡ് ഹെൽഡ് ഓർ സ്റ്റേഷനറി ഡിവൈസ്, സ്റ്റേഷനറി ഇൻപുട്ട് ഡിവൈസ് യൂസ് ടു ക്യാപ്ചർ ആൻഡ് റീഡ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് ഇൻ ദി ബാർകോഡ്. ബാർകോഡിൽ കൊടുത്തിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ബാർകോഡ് കണ്ടിട്ടില്ലേ, ബാർകോഡിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ വായിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആക്ച്വലി. ദെൻ എ ബാർകോഡ് റീഡർ വർക്ക്സ് ബൈ ഡയറക്റ്റിംഗ് എ ബീം ഓഫ് ലൈറ്റ് അക്രോസ് ദി ബാർകോഡ്. നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബീം ഓഫ് ലൈറ്റ് കാണാം. ആ ലൈറ്റ് ബാർകോഡിന് ക്രോസ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ബാർകോഡിന് വായിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അതുവഴി ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ബാർകോഡ് റീഡർ ആക്ട് ചെയ്യുന്നു. സോ ആ ഇൻഫർമേഷൻ നമ്മുടെ സ്ക്രീനിൽ വരുന്നു. സോ ഇതും പുറത്തുള്ള ഒരു ഇൻഫർമേഷനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെയും ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. Next is digital camera. Digital camera, as we know, cameras computersമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന cameras. Then purpose, a camera which produces digital images that can be stored in the computer and displayed on screen. So ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇമേജ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾ ദീസ് ആർ input devices. Next is gamepad. It is a handheld controller for video games. വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് ഹെൽഡ് കൺട്രോളർ ആണ് ഗെയിം പാഡ് എന്ന് പറയുന്നത്. സോ ലൈക്ക് എ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ ഗെയിം പാഡും ആ ഒരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ദെൻ ജോയ്സ്റ്റിക്ക് മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മൂവ്മെൻറ്റ്സ് മൗസ് യൂസ് ചെയ്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പർപ്പസ് തന്നെ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഗെയിമിങ്ങിനൊക്കെയാണ് കൂടുതലായിട്ടും ജോയ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ദെൻ മൈക്രോഫോൺ, an instrument for converting sound wave to electronical energy variations. That means നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സൗണ്ട് വേവിനെ ഇലക്ട്രോണിക് എനർജി ആയിട്ട് മാറ്റാൻ, അതുവഴി
ഇങ്ങനെ ഇലക്ട്രോണിക് എനർജി ആക്കി മാറ്റുമ്പോൾ ആംപ്ലിഫൈ ചെയ്യാം, അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഓർ റെക്കോർഡ് ചെയ്യാം. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി മൈക്രോഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗണ്ട് വേവ്സിനെ ഡിജിറ്റലാക്കി മാറ്റുക, സൗണ്ട് വേവ്സിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോഫോണിന്റെ ബേസിക് പർപ്പസ്. ദെൻ സ്കാനർ, എ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ഡോക്യുമെന്റ്സ് ആൻഡ് കൺവേർട്ട് them into digital data. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ ഡോക്യുമെന്റിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്കാനർ. ഓക്കെ, ഫിസിക്കൽ ഡേറ്റയെ മീൻസ് സംതിങ് റിട്ടൺ ഓൺ എ പേപ്പർ, അതിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ വെബ് ക്യാം, ലൈക്ക് വാട്ട് വി സെഡ് ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ ക്യാമറ, അതേപോലെ തന്നെയാണ് ഒരു വീഡിയോ ക്യാമറ പോലെ ആക്ട് ചെയ്യും, കമ്പ്യൂട്ടേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നു, ആൻഡ് ഇമേജസിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, OCR എന്ന് പറയും. ആക്ച്വലി ഇത് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് കൺവേർഷൻ ഓഫ് ഇമേജസ് ഓർ ഓഫ് ടൈപ്ഡ് ഹാൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ടെക്സ്റ്റ് ഇൻ ടു മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റ്. നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റിനെ എൻകോഡ് ചെയ്തുകൊണ്ട് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് OCR. ഓക്കെ, MICR ചെയ്യുന്ന കാര്യം തന്നെ. MICR ചെയ്യുന്നത് MICRനെ പറ്റി നമ്മൾ പറയുന്നേ ഉള്ളൂ. സോ OCR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. എന്താണോ എഴുതിയിട്ടുള്ളത് ആ ക്യാരക്ടർ കമ്പ്യൂട്ടിംഗ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് പർപ്പസ്. അടുത്തത് ഡിജിറ്റൈസർ ആണ്. എനിത്തിങ് ഡിജിറ്റൈസർ എന്ന് പറയുമ്പോൾ ഇവനെ വാട്ട്സ് എ ടാബ് ഇസ് എ ഡിജിറ്റൈസർ. ഡിജിറ്റൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രുമെന്റിനെ നമുക്ക് ഡിജിറ്റൈസർ എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നേരത്തെ പറഞ്ഞത് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്, ക്യാരക്ടർ റീഡർ ആണ്. ഇത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത് റീഡ്സ് പെൻസിൽ ഓർ പെൻ മാർക്സ് made in a predefinite positions on a paper form as respond to questions or tick list prompts. Like നമ്മളിപ്പോൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യില്ലേ, അത് തന്നെ ആ OMR ആണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡിംഗ് റെക്കഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മൾ തന്നിട്ടുള്ള നമ്മൾക്കൊരു പ്ലെയിൻ ഷീറ്റിൽ നിശ്ചിതമായിട്ടുള്ള പൊസിഷൻ ഉണ്ടാവും, അവിടെ നമ്മൾ ഡാർക്ക് ചെയ്യുന്നു, ആ ഡാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷൻ റീഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് OMR ഷീറ്റിന്റെ ബേസിക് പർപ്പസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട്. ദർ ആർ മെനി അതർ ഇൻപുട്ട് ഡിവൈസസ്. ഇവൻ ദോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെറ്റ് മി റിപ്പീറ്റ്. നമ്മൾ പറഞ്ഞത് ബേസിക് തിങ് ആയിട്ടുള്ള മൗസ്, കീപാഡ് പറഞ്ഞു, കീബോർഡ് പറഞ്ഞു. അതിനുശേഷം ട്രാക്ക് ബോൾസ് എന്താണെന്ന് നോക്കി, ബാർകോഡ് റീഡർ, ദെൻ ഡിജിറ്റൽ ക്യാമറ, ഗെയിം പാഡ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, വെബ് ക്യാം. ദെൻ OCRൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒപ്റ്റിക്കൽ ക്യാരക്ടർ recognition, then digitizer, and finally we discussed about optical mark reader. Okay, any doubts? Everything is clear, right? Okay, fine. Moving on, second part. നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് പോകുന്നു. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവൻ ദോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഈസ് എ ഇലക്ട്രോണിക് സർക്യൂട്ടറി within the computer that carries out instructions of the computer program by performing the basic arithmetic, logical, and control and input-output operations specified by the instruction. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടുകൂടി ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം പറയുന്ന കാര്യങ്ങൾ, മേ ബി അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ആകാം, ലോജിക്കൽ കാൽക്കുലേഷൻസ് ആകാം, അല്ലെങ്കിൽ കൺട്രോൾ ഡിവൈസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഓപ്പറേഷൻസ് വഴി ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന, ഈ പറയുന്ന പ്രോസസ് എല്ലാം നടത്തുന്ന ഏരിയയാണ് നമ്മൾ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്. ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടറിയാണ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചുകൊണ്ടാണ് എല്ലാ കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻസും
We can call this as a memory or not memory, brain or heart of the computer. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് തിങ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ ഹാർട്ടാണ് CPU. CPU-ലാണ് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ, ദെൻ CPU-ൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ഇൻസ്ട്രക്ഷൻ എന്ന് ഫെച്ച് ചെയ്യുക. ഫസ്റ്റ് തിങ് ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് ഇന്റർപ്രറ്റ് ദി ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം ഇൻസ്ട്രക്ഷൻ കളക്ട് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുക. രണ്ടാമതായിട്ട് ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് ഫെച്ച് ദി ഡേറ്റ. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള ഡേറ്റ എന്താണോ അത് കളക്ട് ചെയ്യുക. ദെൻ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുക. ആൻഡ് ഫൈനലി ഔട്ട്പുട്ടിനെ റൈറ്റ് ചെയ്യുക. മീൻസ് ആ ഡേറ്റ കൊണ്ട് എന്താണോ നമുക്ക് കിട്ടിയത് ആ ഔട്ട്പുട്ടിനെ റൈറ്റ് ചെയ്യുക. ഇത്രയുമാണ് CPU-ൻ്റെ പ്രോസസ്സ് ആയിട്ട് വരുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുക, ഫെച്ച് ചെയ്യുക. ദെൻ ആ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് വെച്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻസ്ട്രക്ഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് ബിക്കോസ് ഇൻസ്ട്രക്ഷൻസ് ആർ കമ്മിങ് ഇൻ ബൈനറി ഫോം ഓൺലി. ബൈനറി ഫോമിൽ വരുന്ന ഐറ്റത്തിന് ബൈനറി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷനാണ് ഇന്റർപ്രിറ്റേഷൻ വഴി വരുന്നത്. ഇന്റർപ്രിറ്റേഷൻ വഴി മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുക. ദെൻ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുക. ഫൈനലി ആ ഡേറ്റയുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഈസ് ദി പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ CPU. ഓക്കെ, സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ക്ലിയർ ആണോ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ALUയും സർക്യൂട്ടും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. എനിവേ ബേസിക് സ്ട്രക്ചർ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്. വാട്ട് ഈസ് ഇറ്റ്? എന്താ ഡൗട്ട് ചോദിച്ചത്? മനസ്സിലായില്ല. Sumina, what is the doubt? Clear? Okay, fine. Okay. I thought ഞാൻ വിചാരിച്ചു വേറെന്തോ ഡൗട്ട് പറഞ്ഞാണ്. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നത് മോണിറ്റർ. ദർ ആർ മെനി ഡിവൈസസ്, ഇവൻ ദോ നമ്മൾ കുറച്ച് ഡിവൈസസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ഈസ് മോണിറ്റർ. മോണിറ്റർ ഈസ് ഓൾസോ കോൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് പറയും. Then there are printers and many other output devices. Then what is the meaning of what do you mean by an output device? Output device എന്ന് പറയുമ്പോൾ it is a device used to send data from the computer to another device or user. Actually നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആക്ച്വലി ഔട്ട്പുട്ട് ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ആ പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് തരുന്ന വേ ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പലതരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ലൈക്ക് മേ ബി ഓഡിയോ ഫോമിലായിരിക്കാം, വീഡിയോ ഫോമിലായിരിക്കാം, ഹെഡ്ഫോൺ ആകാം, സ്പീക്കർ ആകാം. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. സ്റ്റാർട്ട് ഫ്രം സം ബേസിക് തിങ്സ് ലൈക്ക് മോണിറ്റർ. മോണിറ്റർ ഈസ് ലൈക്ക് എ TV. വി നോ ദാറ്റ്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേ. അത് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. CRT ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. CRT മീൻസ് കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് എ വാക്വം ട്യൂബ് കണ്ടെയ്നിങ് വൺ ഓർ മോർ ഇലക്ട്രോൺ ഗൺസ് ആൻഡ് എ phosphorant screen used to view images. Actually ഇത് വർക്ക് ചെയ്യുന്ന രീതി, അതായത് ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാക്വം ഉപയോഗിച്ചുകൊണ്ട് സപ്പോർട്ടോട് കൂടിയാണ് സ്ക്രീനിലേക്ക് ഡിജിറ്റൽ കറണ്ട്സ് എത്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ അസ്. നമ്മളെ സംബന്ധിച്ച് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മോണിറ്റർ. ആൻഡ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് മുമ്പുള്ള ആ ഒരു ലെങ്തി ആയിട്ടുള്ള കുറച്ച് നീളമുള്ള പഴയ ടൈപ്പ് TV അതിൻ്റെ പ്രോസസ്സാണ് അതിനകത്ത് വരുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എനിവേ CRTയുടെ ഫുൾ ഫോം അറിയുക. ദെൻ ഇത് വർക്ക് ചെയ്തിരുന്നത് ഒരു ഇലക്ട്രോൺ ഗൺസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇലക്ട്രോൺ ഗൺസ്
ഒരു വാക്വം ട്യൂബ് വഴി കടത്തി വിട്ടിട്ട് ഫൈനലി ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മെക്കാനിസം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എനിവേ, സോ ദാറ്റ്സ് ഇറ്റ്. CRT എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ദെൻ പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ TFT ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ LCD ക്രിയേറ്റ് ചെയ്യുന്നു. TFT മീൻസ് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, ദെൻ LCD മീൻസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. പിന്നീട് LED ഡെവലപ്പായി. സോ ലൈക്വൈസ് പല തരത്തിലുള്ള ടേം ഉണ്ട് മോണിറ്റൈസിനെ നോട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഓരോ ടേമിൻ്റെയും മീനിങ് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, മുമ്പുള്ള ഈ ഒരു വാക്വം ബേസ്ഡ് സിസ്റ്റം മാറ്റിയിട്ട് തിൻ ഫിലിംസിൻ്റെ സപ്പോർട്ടോടുകൂടി, വളരെ ചെറിയ വീതി കുറഞ്ഞ ഫിലിം സപ്പോർട്ടോടുകൂടി നമ്മൾ ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. എനിവേ, സോ LCD അതിൻ്റെ ഫുൾ ഫോം, ദെൻ TFT അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. TFT means thin film transistor. തിൻ ഫിലിം ട്രാൻസിസ്റ്റർ അതാണ് ഇവിടെ കാണാവുന്നത്. ട്രാൻസിഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആക്ച്വലി ഒരു ചെറിയ ഫിലിം പോലെയാണ്. കളർ ഫിൽറ്റർ ഉപയോഗിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഓരോ തരത്തിലുള്ള ചെറിയ ഫിലിംസ്, ചെറിയ ഓരോ ഫിലിം പീസ് പോലെ ദെൻ താഴെയായിട്ട് അടുക്കി വയ്ക്കുന്നു. അതിനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഹീറ്റിംഗ് വെച്ചിട്ടാണ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത് ഫൈനൽ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ എത്തുന്നത്. സോ എനിവേ, ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ അസ്. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഇത് രണ്ടും മോണിറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഓർത്തേക്കുക. ദാറ്റ്സ് ഇനഫ്. Then next type of output device is printer. Printer is an output device that is for printing text and pictures. നമുക്കറിയാവുന്ന കാര്യമാണ്, ടെക്സ്റ്റ് പിക്ചർ പോലുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ദെൻ ദർ ആർ 2 types of printers. ബേസിക്കലി പ്രിന്റേഴ്സിനെ നമുക്ക് 2 ടൈപ്പിൽ ഡിവൈഡ് ചെയ്യാം. ഇമ്പാക്ട് പ്രിന്റേഴ്സും നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സും. ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡെയ്സി വീൽ പ്രിന്റർ ആകാം, ഡോട്ട് മെട്രിക് പ്രിന്റർ ആകാം. ദെൻ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുമ്പോൾ മേ ബി ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ ഓർ ലേസർ പ്രിന്റർ. ഇങ്ങനെ പല രീതിയിലുള്ള പ്രിന്റേഴ്സ് ഉണ്ട്. ഇമ്പാക്ട് പ്രിന്റർ മീൻസ് an impact printer is a printer that strikes a print head against an ink ribbon to mark the paper. പണ്ടൊക്കെ ടൈപ്പ് റൈറ്ററിൽ ഇങ്ക് വന്നിരുന്ന അതേ മെത്തേഡ്. ഒരു ഇങ്ക് റിബൺ ഉണ്ടാകും. ആ ഇങ്ക് റിബണിലേക്ക് ഒരു പ്രിന്റ് ഹെഡ് വെച്ച് അടിച്ചിട്ട് ആ പ്രിന്റ് ഹെഡിന്റെ ബലത്തിലായിരിക്കും അവിടെ ഫിഗർ വരുന്നത്. ആ നമ്പർ എന്താണോ എഴുതിയിരിക്കുന്ന ആ കാര്യം അവിടെ തെളിഞ്ഞു വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് പ്രിന്റർ, അത്തരത്തിലുള്ള പ്രിന്റേഴ്സിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. സോ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലുമാണ്. ഡെയ്സി വീൽ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ടൈപ്പ് പ്രിന്റർ ആണ്. അതിൻ്റെ നമ്പേഴ്സ് വരുന്നത് അതിനകത്ത് വരുന്ന പ്രിന്റ് ഹെഡ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ടൈപ്പ് ആയിരിക്കും. അതാണ് ഡെയ്സി വീൽ പ്രിന്റർ. ദെൻ ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് പോയിന്റിംഗ് ആണ്. കുറേ ഡോട്ട്സിന്റെ സഹായത്തോടു കൂടി അതിനകത്തായിരിക്കും ഇങ്ക് വരുന്നത്. ആ ഇങ്ക് ഫില്ല് ചെയ്തുകൊണ്ടാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ വരുന്നത്. സോ എനിവേ, ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ യൂസ് സംതിങ് കോൾഡ് ഒരു ഇങ്ക് റിബൺ ഉണ്ടാവും. ആ ഇങ്ക് റിബണിൽ സ്ട്രൈക്സ് ചെയ്തുകൊണ്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ളതിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്, നോൺ ഇമ്പാക്ട് പ്രിന്റർ. നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് പ്രിന്റ് ദി ക്യാരക്ടർ വിത്തൗട്ട് യൂസിങ് റിബൺ. ആ പറയുന്ന ഒരു റിബൺ സപ്പോർട്ട് ഇല്ലാതെ, മുമ്പ് ഇങ്ങനെ ഒരു റിബണിന്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് റിബണിന്റെ സപ്പോർട്ട് ഇല്ലാതെ പ്രിന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. സോ 2 common types of non impact printers include inkjet printers which spray small drops of ink into each page. ഇങ്ക്ജെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ പോയിന്റുകൾ, നമ്മൾ നേരത്തെ ഡോട്ട് മെട്രിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ ചെറിയ പോയിന്റുകൾ റിബണിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത്. വേറസ് ഇവിടെ വരുമ്പോൾ ചെറിയ പോയിന്റുകൾ പേപ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തളിക്കുന്നു. ചെറിയ മഷിയുടെ തുള്ളിയായിട്ട് തളിച്ചുകൊണ്ട്
ആ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ലേസർ പ്രിന്റേഴ്സ്, ലേസറിന്റെ സഹായത്തോടു കൂടി പ്രിന്റ് ചെയ്യുന്നു. ദെൻ these are the examples, right? Inkjet, thermal and laser. Inkjet ആണെങ്കിൽ which sprays small drop of ink into each paper. Laser printers which roll ink into paper using a cylindrical motion. ഒരു cylindrical motion സപ്പോർട്ടോട് കൂടിയാണ്, ആക്ച്വലി ലേസേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് അതിനകത്ത് ലേസർ പ്രിന്ററിനകത്ത് പ്രിന്റ് നടക്കുന്നത്. Then the difference between two printers like impact printer and non-impact printer. Impact printer ആണെങ്കിൽ it prints characters or images by striking a print hammer or wheel against ink ribbon. Ink ribbonന്റെ മുകളിലായിട്ട് ഒരു വീലോ ഒരു പ്രിന്റ് ഹാമറോ അടിച്ചുകൊണ്ടാണ്, ദാറ്റ് മീൻസ് വീലാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു ഡെയ്സി വീൽ സിസ്റ്റം, ദെൻ അല്ലെങ്കിൽ ഒരു നമ്പർ അടിച്ച ഒരു പ്രിന്റ് ഹാമർ അത് റിബണിൽ പോയി തട്ടുന്നു, അത് വെച്ചിട്ട് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇമ്പാക്റ്റ് പ്രിന്റർ. രണ്ടാമതായിട്ട് ഇൻ കേസ് ഓഫ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഇറ്റ് പ്രിന്റ്സ് ക്യാരക്ടർ ആൻഡ് ഇമേജസ് വിത്തൗട്ട് സ്ട്രൈക്കിംഗ് ഓൺ പേപ്പർ. ഒരു സ്ട്രൈക്കിങ്ങോ ഒരു റിബണോ ഇല്ലാതെ, റിബണിന്റെ സപ്പോർട്ടോ ഇല്ലാതെ പേപ്പറുകളിലേക്ക് ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. ദെൻ റിബൺ സപ്പോർട്ടോട് കൂടിയുള്ളതെന്ന് പറയുന്നത് പഴയ സിസ്റ്റമാണ്, അതുകൊണ്ട് തന്നെ സ്പീഡ് സ്ലോവർ ആണ്. വെൻ ഇറ്റ് കംസ് ടു നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ഇറ്റ് വിൽ ബി മച്ച് മോർ ഫാസ്റ്റർ. ദെൻ ഇറ്റ്സ് പ്രിന്റിംഗ് ക്വാളിറ്റി ഈസ് ലോവർ വെൻ ഇറ്റ് കംസ് ടു ഇമ്പാക്റ്റ് പ്രിന്റർ. ഇമ്പാക്റ്റ് പ്രിന്റർ നോക്കുകയാണെങ്കിൽ ബിക്കോസ് ഓരോ റിബൺ സപ്പോർട്ടോട് കൂടി ഡയറക്റ്റ് പ്രിന്റിംഗ് അല്ല നടക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രിന്റിംഗ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആണെങ്കിൽ, നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആണെങ്കിൽ ലേസർ പ്രിന്റിംഗ് പോലെയാണ്, ഡയറക്റ്റ് പ്രിന്റിംഗ് ആണ് നടക്കുന്നത്, പ്രിന്റിംഗ് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ്. രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് റിബൺ ആണ്. റിബൺ യൂസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ടൈപ്പ് ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിലാണ്. ദെൻ നോൺ ഇമ്പാക്റ്റ് ആയപ്പോഴേക്കും റിബണിന്റെ യൂസ് കഴിഞ്ഞ് ഡയറക്റ്റ് പ്രിന്റിംഗിലേക്ക് മാറി. ദെൻ സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, ഒരു ചാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ രണ്ട് തരത്തിലുള്ള മെമ്മറി കാണും. ഒന്നാമത്തത് പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി മീൻസ് കമ്പ്യൂട്ടറിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റാം ആൻഡ് റോം. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയുമാണ് പ്രൈമറി മെമ്മറി ആയിട്ട് വരുന്നത്. ദെൻ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് മെമ്മറി, ദെൻ മാഗ്നറ്റിക് ടേപ്പ്, CD, DVD പോലുള്ള മെമ്മറി. ഓക്കെ, ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് തന്നെയാണ്. പ്രൈമറി മീൻസ് കമ്പ്യൂട്ടറിൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉള്ളത്, അതായത് റാൻഡം ആക്സസ് റാം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി, ഇതെല്ലാം പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ എക്സ്റ്റേണൽ ഡിവൈസസിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള മെമ്മറിയാണ് ബേസിക്കലി സെക്കൻഡറി ഡിവൈസ് ആയിട്ട് വരുന്നത്. ദെൻ ക്യാച്ചി മെമ്മറി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സ്റ്റോറേജ് മാത്രം, പെർമനന്റ് സ്റ്റോറേജ് അല്ല, ഇതൊരു വോളറ്റൈൽ മെമ്മറി അല്ല. ക്യാച്ചി മെമ്മറി എന്ന് പറയുന്നത് മറ്റു പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് ആണ്, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഇത് സ്ഥിരമല്ല, നമ്മളുടെ കമ്പ്യൂട്ടറിൽ കിടക്കും വന്നു കഴിഞ്ഞാൽ. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വരെ ഈ ക്യാച്ചി മെമ്മറി അവിടെ കിടപ്പുണ്ടാവും. നമ്മളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴാണ് അത് പോവുക. ഓക്കെ, വേറെ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം മാത്രമേ ഈ വോളറ്റൈൽ മെമ്മറി സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂ. ക്യാച്ചി മെമ്മറി എന്ന് പറയുന്നത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്, ഈവൻ ദോ അത് ആ ക്യാച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ്ഡ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല. സോ ദാറ്റ് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് വരുന്നത്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും നോർമൽ കേസിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിനകത്ത് ഉൾപ്പെടുത്തിയത്. അതിനകത്ത് സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സെഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ബിക്കോസ് EEPROM ആയാലും ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് കൂടാതെ കമ്പ്യൂട്ടർ ടെർമിനോളജീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതും നോക്കണം പാരലലി. ദെൻ ഇന്ന് നമ്മൾ പറഞ്ഞതിനെ ഒന്ന് ഷോർട്ടാക്കി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം യൂണിറ്റിൽ വരുന്ന കോമ്പോണൻസിനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ആദ്യമായിട്ട് മദർ ബോർഡ്. വാട്ട് ഈസ് മദർ ബോർഡ്? മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് ബോൺ പോലെയാണ്. ഈ മദർ ബോർഡിനകത്താണ് നമ്മൾ CPU വരുന്ന എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്യുന്നത്. സോ
A computer backbone responsible for communication between components and transmission of information. Information ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതേപോലെ ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എഷ്യൂർ ചെയ്യുക. ഇതിന് വേണ്ടിയുള്ള ഒരു പ്ലെയിൻ സർഫസ് ആണ് ആക്ച്വലി മദർ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മദർ ബോർഡിനകത്തായിരിക്കും നമ്മൾ റാം ആയാലും റോം ആയാലും എല്ലാം കണക്ട് ചെയ്യുന്നത്. ഈ ബോർഡ് വഴിയാണ് എല്ലാത്തിലേക്കും ഇന്റർലിങ്ക് വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി മദർ ബോർഡ്. സോ ഇറ്റ്സ് കോൾഡ് ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ. ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. CPU ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമാൻഡ് എക്സിക്യൂഷൻ, ഡേറ്റ ട്രാൻസ്മിഷൻ, കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷൻ. സോ ബേസിക്കലി കമ്പ്യൂട്ടറിന്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പറയുന്ന പോലെ ബേസിക് ആക്ടിവിറ്റീസ് എന്ന് പറയാവുന്നത് ബൈനറി സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതാണ് അതിനകത്ത് വരുന്നത്. ഇത് പ്രോഗ്രാമിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ബേസിക് ഫംഗ്ഷൻ. ദെൻ ഇതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സ്പീഡ്, CPU സ്പീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് വരും. മെഗാ ഹെഡ്സ് ആണോ ജിഗാ ഹെഡ്സ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ എമൗണ്ട് ഓഫ് മെമ്മറി, ക്യാച്ച് മെമ്മറി, എത്ര മെമ്മറി സ്റ്റോറേജ് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. ഈവൻ ദോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റിയാണ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി ഒരു കാര്യം കൂടി. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. One is ALU, second is CU, control unit. ALU എന്ന് പറയുന്ന arithmetic and logic unit. Arithmetic and logic unit. CU is control unit. Okay, arithmetic and logic units എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റുമാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് വരുന്നത്. വേറസ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ്സും പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യലാണ്. ഓക്കെ, ഈ രണ്ട് എലമെന്റ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് വരുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ALU, CU. ALU അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇതിന് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓപ്പറേഷൻസ് ഇൻ ദി സെൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ദെൻ കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സുകൾ കോർഡിനേറ്റ് ചെയ്യുക, പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യുക, അതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ദെൻ റാം നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ പെർമനന്റ് സ്റ്റോറേജ് മെമ്മറിക്ക് എക്സാമ്പിൾ ആയിട്ട് ഹാർഡ് ഡിസ്ക് എന്താണ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പിന്നീട് പോർട്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് സെഷനകത്ത് സമ്മപ്പ് ചെയ്ത് ഒരു ബ്രീഫ് ഡിസ്കഷൻ നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ USB ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് യൂണിവേഴ്സൽ സീരിയൽ ബസ്, HDMI. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാ ഷോർട്ട് ടേംസും വരുന്ന ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊന്ന് വായിച്ചിരിക്കണം നെക്സ്റ്റ് സെഷന് മുമ്പായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയൂ.